MMV ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി 8ാമത് ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ്. ഞാൻ സെൻറ്റ് മേരീസ് ITI കാച്ചേരിയിൽ MMV ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫ്യൂവൽ സിസ്റ്റമാണ്, പാർട്ട് 1. എന്താണ് ഒരു ഫ്യൂവൽ എന്ന് വെച്ചാൽ? നമുക്കറിയാം, ഒരു എഞ്ചിനിൽ നമ്മൾ പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് അതിനെ കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് പവർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്യൂവൽ എന്ന് വെച്ചാൽ ഹീറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി കത്തിക്കുന്ന, ബേൺ ചെയ്യുന്ന ഒരു വസ്തു, ഒരു മെറ്റീരിയൽ, അതിനെയാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പെട്രോളാവാം, ഡീസലാവാം, കെറോസിൻ ആവാം, വുഡ് ആവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ 3 തരമായിട്ടാണ് സാധാരണയായിട്ട് ക്ലാസിഫൈ ചെയ്യുക ഫ്യൂവലിനെ: സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ്. അതായത് ഏതവസ്ഥയിലാണോ ഫ്യൂവൽ ഇരിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ ആ ഫ്യൂവൽ ഇരിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തരംതിരിക്കുക. സോളിഡ് ഫ്യൂവൽസിന് എക്സാമ്പിൾ കോൾ, വുഡ്. കോൾ എന്ന് വെച്ചാൽ കൽക്കരി, ഇവയൊക്കെയാണ്. നമുക്കറിയാം എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഒരു എക്സാമ്പിളാണ് സ്റ്റീം എഞ്ചിൻ. അതിൽ നമുക്കറിയാം കൽക്കരി കത്തിച്ച് നമ്മൾ ചൂടെടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ലിക്വിഡ് ഫ്യൂവൽസ് നമുക്ക് പരിചയമുള്ളതാണ്, പെട്രോൾ, ഡീസൽ തുടങ്ങിയവ. ഗ്യാഷ്യസ്, മീഥെയിൻ, CNG നമുക്കറിയാം. ഇപ്പോഴത്തെ ഓട്ടോറിക്ഷകൾ CNG ഓട്ടോറിക്ഷകളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG, ഇതൊക്കെ ഗ്യാഷ്യസ് ഫ്യൂവലിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂവൽ. ഒരു ഫ്യൂവലിൻ്റെ പ്രത്യേകതകൾ, ക്വാളിറ്റി, എങ്ങനെയൊക്കെ നമുക്കതിനെ ക്വാളിഫൈ ചെയ്യാം, അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ, വോളറ്റിലിറ്റി. ഒരു ഫ്യൂവലിൻ്റെ വോളറ്റിലിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ വേപ്പറൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അതിനാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിന് ആവിയാവാം, വേപ്പറൈസ് ആവാം, അതിനുള്ള എബിലിറ്റി. നമുക്കറിയാം പെട്രോൾ പെട്ടെന്ന് ആവിയാവുന്ന ഒരു ഫ്യൂവലാണ്. അപ്പോൾ അത് ഉള്ളതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എന്താ? ആവിയാവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എയറുമായിട്ട് മിക്സ് ആവും, അപ്പോൾ പെട്ടെന്ന് കത്താൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വോളറ്റിലിറ്റി കൂടിയ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അത് ഈസി ടു ബേൺ ആണ്, പെട്ടെന്ന് കത്താനുള്ള എബിലിറ്റി അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് വോളറ്റിലിറ്റി എന്ന് വെച്ചാൽ. അടുത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒരു ലിക്വിഡിൻ്റെ ഒഴുകാനുള്ള പ്രതിരോധം. നമ്മളൊരു സ്ലോപ്പിൽ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി ഓയിലും ഒഴിച്ചെന്ന് വിചാരിക്കാം. നമുക്കറിയാം വെള്ളം പെട്ടെന്ന് ഒഴുകി പോവും, ഓയിൽ വെള്ളത്തിന് കമ്പയർ ചെയ്ത് പതുക്കെ ഒഴുകുള്ളൂ. കാരണം വെള്ളത്തിന് ഒഴുകാനുള്ള പ്രതിരോധം കുറവാണ്, അതായത് വിസ്കോസിറ്റി കുറവാണ്, അതുകൊണ്ട് വളരെ വേഗം ഒഴുകും. അതേസമയം ഓയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വെള്ളത്തിനെ സംബന്ധിച്ച് ഓയിലിന് വിസ്കോസിറ്റി കൂടുതലാണ്, അത് പതുക്കെ ഒഴുകുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് വിസ്കോസിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ടെസ്റ്റ് ട്യൂബിൽ നിന്നും വരുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് വിസ്കോസിറ്റി കൂടി വരുന്ന രീതിയിലാണ്. ഓക്കെ, അടുത്ത ഇഗ്നീഷൻ ലാഗ്. പേര് പറയുന്ന പോലെ തന്നെ ഇഗ്നീഷൻ, കത്താൻ എടുക്കുന്ന ലാഗ്, കത്താൻ എടുക്കുന്ന കാലതാമസം, അതാണ് ഇഗ്നീഷൻ ലാഗ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്തു, നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സറിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്തു. ഓക്കെ, അവിടേക്ക് നമ്മളൊരു സ്പാർക്ക് കൊടുത്തു. സ്പാർക്ക് കൊടുത്ത ഉടനെ നമ്മുടെ കൺസെപ്റ്റിൽ, നമ്മുടെ കാഴ്ചയിൽ ഉടനെ കത്തുന്നുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അതായത് സ്പാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചറിലത്തെ ഫ്യൂവൽ പാർട്ടിക്കിൾസ് ഈ സ്പാർക്കിൽ നിന്ന് ചൂടിനെ വലിച്ചെടുത്ത് അത് വേപ്പറൈസ് ആയി അവിടെ കത്തിപ്പിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കത്താനെടുക്കുന്ന ആ ഒരു ടൈം, ആ ഒരു ലാഗ്, ആ ഒരു സമയമാണ് നമ്മൾ ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. ഒരു ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാതിനെ, ഇഗ്നീഷൻ ലാഗ് കുറഞ്ഞ ഫ്യൂവൽ പെട്ടെന്ന് കത്തും, ഇഗ്നീഷൻ ലാഗ് കൂടിയ ഫ്യൂവൽ സാവധാനമേ കത്തും. ഓക്കെ, അപ്പോൾ എന്താണ് ഇഗ്നീഷൻ ലാഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്യൂവൽ, 1 കിലോഗ്രാം ഫ്യൂവൽ എടുത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യണം, കത്തിക്കണം. അപ്പോൾ എന്തുമാത്രം ചൂട് ആ ഫ്യൂവലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയാണ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂടിൻ്റെ അളവ്, അതാണ് ഒരു ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ. ഓക്കെ, അപ്പോൾ ഡീസലിൻ്റെ കലോറിഫിക് വാല്യൂ 45.5 മെഗാജൂൾ പെർ കിലോഗ്രാം ആണ്. പെട്രോളിൻ്റെ ആണെങ്കിൽ അല്പം കൂടുതൽ 45.5
8 മെഗാജൂൾ പെർ കിലോഗ്രാം ആണ്. ഇതിൽ ഞാൻ യൂണിറ്റ് മെഗാജൂൾ MJ മെഗാജൂൾ പെർ കിലോഗ്രാം ആണ് കാണിച്ചിട്ടുള്ളെങ്കിലും കലോറിഫിക് വാല്യൂവിൻ്റെ ശരിക്കുള്ള യൂണിറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാമാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇത് കുറച്ച് കൂടിയ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ മെഗാജൂളിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫ്ലാഷ് പോയിൻ്റ്. ഒരു ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണമാണ്. ഓക്കെ, ഫ്ലാഷ് പോയിൻ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഫ്യൂവലാണെന്ന് വിചാരിക്കുക. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 ഡിഗ്രി കാലാവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്യൂവൽ ഇപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളൊരു ഇഗ്നീഷൻ സോഴ്സ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇഗ്നീഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തീപ്പെട്ടി കത്തിച്ച് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇഗ്നേറ്റ് ചെയ്യുന്ന സോഴ്സ് തീപ്പെട്ടി എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ആ ഇഗ്നീഷൻ സോഴ്സ് ആ ഫ്യൂവലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ആ ഫ്യൂവൽ പതുക്കെ ടെമ്പറേച്ചർ കൂടും. 12, 15, 17, 20 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന വഴിക്ക് അതൊന്ന് ഫ്ലാഷ് ചെയ്യും, അതൊന്ന് മിന്നും, അത് കത്താനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ പോയിൻ്റ്, ആ ഒരു പോയിൻറ്റിനാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് ഓഫ് ദാറ്റ് ഫ്യൂവൽ. ആ ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇഗ്നീഷൻ സോഴ്സ്, ഈ കത്തുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് കൊണ്ടുവന്ന് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എത്രയിലാണോ ഫ്ലാഷ് ചെയ്യുന്നത് അതാണ് ആ ടെമ്പറേച്ചറിൻ്റെ ഫ്ലാഷിംഗ് പോയിൻ്റ്. ഓക്കെ, ഈ ഫ്ലാഷിംഗ് പോയിൻ്റ് ഒരു പ്രശ്നമുണ്ട്. ഈ ഫ്ലാഷ് ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു പോയിന്റിൽ ഇതൊന്ന് ഫ്ലാഷ് ചെയ്ത് ഉടനെ തന്നെ നമ്മളിപ്പോൾ ഈ തീപ്പെട്ടി പിൻവലിച്ചു എന്ന് വിചാരിക്കുക, കെടുത്തി എന്ന് വിചാരിക്കുക, ഉടനെ തന്നെ ആ ഫ്ലെയിം അവിടെ കെടും. കാരണം ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവലിന് ജസ്റ്റ് ഫ്ലാഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ആ കിട്ടിയ തീനെ കണ്ടിന്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് കുറച്ചുകൂടി അതിൻ്റെ ടെമ്പറേച്ചർ ഉയരണം. ഏകദേശം ഒരു 10 ഡിഗ്രി കൂടി കൂടണം. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഫ്ലാഷ് പോയിൻ്റുള്ളൊരു ഫ്യൂവലിൻ്റെ ഒരു 10 ഡിഗ്രി കൂടി കൂടി അതൊരു 30 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ മാത്രമേ ആ ഫ്യൂവലിന് ആ കിട്ടിയ തീ, ആ കിട്ടിയ ഒരു കത്തിക്കൽ, ഒരു ഇഗ്നിഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തീപ്പെട്ടി അല്ലെങ്കിൽ ഇഗ്നിഷൻ സോഴ്സ് നമ്മൾ പിൻവലിച്ചാലും സ്വന്തമായിട്ട് നിന്ന് കത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ ആ ടെമ്പറേച്ചറിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറാണ് ഫയർ പോയിൻ്റ് എന്ന് പറയാം. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ഫ്ലാഷ് പോയിൻ്റ് നമ്മൾ പറഞ്ഞാൽ ഒരു 10 കൂടി കൂടിയാൽ മാത്രമേ ഫയർ പോയിൻ്റ് എത്തുള്ളൂ. ആ ഫയർ പോയിന്റിൽ മാത്രമേ അവന് സ്വന്തമായിട്ട് നിന്ന് കത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂ. ഫ്ലാഷ് പോയിന്റിൽ സ്വന്തമായിട്ട് കത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഈ ഇഗ്നിഷൻ സോഴ്സ് തീപ്പെട്ടി പിൻവലിച്ചാൽ ഉടനെ തീ കെടും. ഫ്ലാഷ് പോയിന്റിൽ, ഫയർ പോയിന്റിൽ നമ്മൾ തീപ്പെട്ടി പിൻവലിച്ചാലും ആ ഇഗ്നിഷൻ സോഴ്സ് പിൻവലിച്ചാലും അത് കെടില്ല, സ്വന്തമായിട്ട് കത്തി പോവും, കത്തി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വെച്ച് ഫ്യൂവൽ വേപ്പർ ഇഗ്നൈറ്റ്, ഫ്യൂവലിൻ്റെ വേപ്പർ ഇഗ്നൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യുന്നു വെന്നെ ഇഗ്നിഷൻ സോഴ്സ് ബ്രോട്ട് ഇൻ കോൺടാക്ട്. നമുക്ക് ഇഗ്നിഷൻ സോഴ്സ് പറഞ്ഞാൽ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഫ്ലാഷ് ചെയ്യുന്നത് ഇഗ്നൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ പോയിന്റിനെ എത്രയാണോ അതിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ്, ആ ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാം. ഫ്യൂവൽ വിത്ത് ലോ ഫ്ലാഷ് പോയിന്റ് ഇസ് ഈസി ടു ബേൺ. ഓക്കെ, ഫ്ലാഷ് പോയിന്റ് കുറവുള്ള ഫ്യൂവൽ പെട്ടെന്ന് കത്തും. ഓക്കെ, നമുക്കത് ഉപയോഗിക്കാവുന്നുള്ളൂ. അത് ഡീസൽ, ഫോർ എക്സാമ്പിൾ ഡീസലിനെ പറയുകയാണെങ്കിൽ ഡീസലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 52 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ്. ഓരോ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി, ഏത് ക്വാളിറ്റി ഫ്യൂവലാണോ അതിനനുസരിച്ചിരിക്കും. ഏകദേശം ഒരു 52 ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്യൂവല് ഫ്ലാഷ് ആവുക. ഫ്ലാഷ് പോയിന്റ് എത്രയാണ് ഡീസലിൻ്റെ. അടുത്ത ഫയർ പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫയർ പോയിന്റ് എന്നുള്ളത്. അത് തന്നെ, അതായത് ലോവസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഏതിലാണോ ദ ഫ്യൂവൽ വേപ്പർ കണ്ടിന്യൂ ടു ബേൺ, കത്തിപ്പിടിച്ചത് സ്വന്തമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. ഈവൺ ആഫ്റ്റർ ദ ഇഗ്നിഷൻ സോഴ്സ് ഈസ് റിമൂവ്ഡ്, ഇഗ്നിഷൻ സോഴ്സ് റിമൂവ് ചെയ്ത ശേഷവും സ്വന്തമായിട്ട് ആ കിട്ടിയ തീ കണ്ടിന്യൂ ചെയ്യാൻ, ആ ബേണിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. ആ ഒരു ടെമ്പറേച്ചർ എത്രയാണോ അതാണ് ആ ഫ്യൂവലിൻ്റെ ഫയർ പോയിന്റ്. ഓക്കെ, ഡീസലിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 62 ഡിഗ്രി സെൽഷ്യസ് ഏകദേശം. നേരത്തെ 52 നമ്മൾ ഫ്ലാഷ് പോയിന്റ് പറഞ്ഞാൽ ഏകദേശം 10 കൂടുമ്പോൾ 62, 10 ആയിരിക്കും അതിൻ്റെ ഫയർ പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് പുവർ പോയിന്റ്. പുവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലിക്വിഡ്
ഫ്യൂവൽ എടുക്കുകയാണ്. അതിന് ഒഴുകാനുള്ള ക്വാളിറ്റി ഉണ്ട്. ടെമ്പറേച്ചർ കുറഞ്ഞ് വരും തോറും അതിൻ്റെ ഒഴുകാനുള്ള ക്വാളിറ്റി കുറയും. അപ്പോൾ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിൽ എത്രയാണോ, അതായത് ഇപ്പോൾ വെള്ളത്തിനെ കൺസിഡർ ചെയ്യും. നമുക്കറിയാം വെള്ളം ഒഴുകും. വെള്ളം ഒരു 1 ഡിഗ്രി, 10 ഡിഗ്രി, 5 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രി സെൽഷ്യസിൽ വരെ വെള്ളം സുഖമായിട്ട് ഒഴുകും. 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയാൽ വെള്ളം പതുക്കെ സോളിഡ് ആവാൻ തുടങ്ങും. 0യിൽ നിന്ന് താഴ്ന്നാൽ കംപ്ലീറ്റ് ആയിട്ട്, അതായത് -1 ഡിഗ്രിയിൽ വെള്ളത്തിൻ്റെ ഒഴുകാനുള്ള കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഒഴുകാനുള്ള കപ്പാസിറ്റി അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഏത് ടെമ്പറേച്ചറിലാണോ അതാണ് ആ ഫ്യൂവലിൻ്റെ പുവർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡീസലിൻ്റെ പുവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം -30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പുവർ പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഒഴുകാനുള്ള ക്വാളിറ്റി ഏത് ടെമ്പറേച്ചറിലാണോ നഷ്ടമാവുന്നത് അതാണ് ഒരു ഫ്യൂവലിൻ്റെ പുവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അത് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ, സ്വന്തമായിട്ട് കത്താനുള്ള കഴിവ്. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ അതായത് ഒരു ഫ്യൂവൽ അറ്റ്മോസ്ഫിയറിൽ വെച്ചേക്കണം, നമ്മളതിലേക്ക് ചൂട് കൊടുക്കണം. ഓക്കെ, ചൂട് കൊടുത്തു കഴിയുമ്പോൾ പതുക്കെ ഫ്യൂവലിൻ്റെ ചൂട് കൂടി ഒരു സെർട്ടൻ ടെമ്പറേച്ചറിൽ എത്തി കഴിയുമ്പോൾ ഫ്യൂവൽ തന്നെ കത്തും. അതായത് എക്സ്റ്റേണലായിട്ടൊരു ഫയറിങ് കൊടുക്കാതെ തന്നെ ഒരു നിശ്ചിതമായ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ആ ഫ്യൂവൽ സ്വന്തമായിട്ട് ബേൺ ചെയ്യും. അതിനെയാണ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡീസലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 210 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 210 ഡിഗ്രി സെൽഷ്യസിൽ ഡീസൽ മറ്റൊരു ഫയറിങ്, മറ്റൊരു ബേണിങ്, മറ്റൊരു ഇഗ്നിഷൻ കൊടുക്കാതെ, പുറമേ നിന്ന് വേറെ കൊടുക്കാതെ തന്നെ ഡീസൽ 210 ഡിഗ്രി സെൽഷ്യസിൽ സ്വന്തമായിട്ട് കത്തും. ഓക്കെ, അപ്പോൾ എന്താണ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് സീറ്റൈൻ നമ്പറാണ്. സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇഗ്നിഷൻ ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ. ഡീസലിൻ്റെ ഇഗ്നിഷൻ ക്വാളിറ്റി, കത്താനുള്ള ക്വാളിറ്റി. അതായത് നമ്മൾ സിലിണ്ടറിലോട്ട്, കംപ്രസ് ചെയ്ത എയറുള്ള സിലിണ്ടറിലോട്ട് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര പെട്ടെന്ന് കത്തുന്നോ അതാണ് ഇഗ്നിഷൻ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് കത്തുക എന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ ക്വാളിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സീറ്റൈൻ നമ്പർ നമ്മൾ പറയുന്നത് ഒരു ഡീസലിൻ്റെ ഇഗ്നിഷൻ ക്വാളിറ്റി കാണിക്കുന്നത് അതൊരു നമ്പറാണ്. അതായത് ഇപ്പോൾ സാധാരണ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോർമൽ ഡീസൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇഗ്നിഷൻ സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് 48-നും 52-നും ഇടയിലാണ്. അതായത് നമ്മൾ ഈ നമ്പർ ഇങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സീറ്റൈൻ നമ്പർ 0 ഉള്ള ഒരു ഫ്യൂവലും അതേപോലെ തന്നെ സീറ്റൈൻ നമ്പർ 100 ഉള്ള ഒരു ഫ്യൂവലും എടുത്ത് അതുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡീസൽ, ഏത് ക്വാളിറ്റി ഡീസലാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ കത്താനുള്ള പ്രോപ്പർട്ടീനെ ഈ 0 ഡിഗ്രി സെൽഷ്യസ് സീറ്റൈൻ നമ്പറുള്ള, ഡിഗ്രി സെൽഷ്യസ് അല്ല, 0 സീറ്റൈൻ നമ്പറുള്ള ഫ്യൂവലും 100 സീറ്റൈൻ നമ്പറുള്ള ഫ്യൂവലുമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡീസൽ ഫ്യൂവലിനെ കമ്പയർ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന നമ്പറാണ് നമ്മൾ സീറ്റൈൻ നമ്പറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ സീറ്റൈൻ നമ്പർ ഡീസൽ ഫ്യൂവൽ ഇഗ്നൈറ്റ് ഫാസ്റ്റർ. കൂടുതൽ സീറ്റൈൻ നമ്പർ കൂടുന്തോറും അത് പെട്ടെന്ന് കത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഗ്നീഷൻ ലാഗായിട്ട് മിക്സ് വരരുത്, ഇത്രയേ ഉള്ളൂ. സീറ്റൈൻ നമ്പറും ഇഗ്നീഷൻ ഡിലേയും നമ്മൾ ഒരുമിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സീറ്റൈൻ നമ്പർ കൂടുന്തോറും ആ ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ ലാഗ് കുറയും, അതായത് പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പോൾ അതാണ് സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. ഒരു ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ ക്വാളിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് സീറ്റൈൻ നമ്പർ ഡീസലിൻ്റെ. ഓക്കെ, ഡീസലിനാണ് നമ്മൾ സീറ്റൈൻ നമ്പർ പറയാം. അടുത്ത ഒക്ടൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇഗ്നിഷൻ ക്വാളിറ്റി പെട്രോളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒക്ടൈൻ നമ്പർ എന്നാണ് പറയാം. മെഷർ ഓഫ് ഇഗ്നിഷൻ ക്വാളിറ്റി ഓഫ് പെട്രോളാണ് ഒക്ടൈൻ നമ്പർ എന്ന് പറയുന്നത്. ഹയർ ദ നമ്പർ ലെസർ ദ ടെൻഡൻസി ടു നോക്ക്. അതായത് ഒക്ടൈൻ നമ്പർ കൂടുന്തോറും, കൂടിയ ഒക്ടൈൻ നമ്പറുള്ള ഒരു പെട്രോൾ ഫ്യൂവലാണെങ്കിൽ അതിനെ നോക്കിങ്ങിനുള്ള ടെൻഡൻസി കുറവായി. എന്താണ് നോക്കിങ് എന്നുള്ളത് അടുത്ത ടോപ്പിക് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് പ്രീ ഇഗ്നിഷൻ. എന്ന് പറഞ്ഞ പേര് പറയുന്ന പോലെ പ്രീ ഇഗ്നിഷൻ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഇഗ്നിഷൻ ടൈമിന് മുൻപ് നടക്കുന്ന ഒരു ഇഗ്നിഷൻ, അതിനാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയും. നമുക്കറിയാം ഒരു വണ്ടിയിൽ നമ്മൾ
സിലിണ്ടർ നമ്മൾ കംപ്രസ് ചെയ്യുന്നു, ഫ്യൂൽ ഇഞ്ചക്ട് അല്ലെങ്കിൽ സ്പാർക്ക് കൊടുക്കുന്നു. അപ്പോൾ സ്പാർക്ക് കൊടുത്ത് നിശ്ചിതമായൊരു സമയത്താണ് അവിടെ ബേണിങ് നടക്കുക. ആ സമയത്ത് അവിടെ ബേണിങ് നടക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് മുൻപായിട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു ബേണിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുക. അത് എഞ്ചിന് കംപ്ലൈൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്തു, എയർ ഫ്യൂവൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്ത് നല്ല ചൂടിൽ നിൽക്കുകയാണ്, അവിടേക്ക് നമ്മൾ സ്പാർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ചേമ്പറിനകത്ത് എഞ്ചിൻ മുൻപ് കത്തിയതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കാർബൺ പാർട്ടിക്കിൾസ് വളരെ ഹീറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൂടുകൊണ്ട് സ്പാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ ഒരു ഭാഗം കത്തും. അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ സ്പാർക്ക് കൊടുത്ത് മെയിൻ ഇഗ്നിഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 2 ഇഗ്നിഷൻ നടന്നു. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള മെയിൻ ഇഗ്നിഷന് മുൻപായിട്ട് ഒരു ഇഗ്നിഷൻ വേറെ നടന്നു. അപ്പോൾ അതിനാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുക. അപ്പോൾ 2 ഇഗ്നിഷൻ ഓർഡർ ഇല്ലാത്ത രീതിയിൽ 2 ഇഗ്നിഷൻ വരുമ്പോൾ അത് എഞ്ചിന് കംപ്ലൈൻ്റ് ആണ്, എഞ്ചിൻ്റെ എഫിഷ്യൻസിയെ നെഗറ്റീവായിട്ട് ബാധിക്കും, എഞ്ചിനെ ഡാമേജ് ആക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയാം. ഫ്യൂവൽ മിക്സ്ചർ ഇൻ സിലിണ്ടർ ബേൺസ് ബിഫോർ ദ ആക്ച്വൽ ഇഗ്നിഷൻ ടൈം ഓഫ് ചാർജ്. ആക്ച്വൽ ഇഗ്നിഷൻ ടൈമിന് മുൻപ് എത്തുക, അതിനാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയാം. ഓക്കെ, അതൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രീ ഇഗ്നിഷൻ. അടുത്തത് ഡിറ്റോണേഷൻ. ഓക്കെ, നമ്മൾ പ്രീ ഇഗ്നിഷൻ പറഞ്ഞു, മെയിൻ ആക്ച്വൽ ഇഗ്നിഷൻ ടൈമിന് മുൻപുള്ളതാണ് പ്രീ ഇഗ്നിഷൻ. ഡിറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇഗ്നിഷന് ശേഷം സംഭവിക്കുന്ന ഇഗ്നിഷൻ, അതിനെയാണ് ഡിറ്റോണേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. അതായത് എഞ്ചിൻ്റെ ക്വാളിറ്റീനെ, എഞ്ചിൻ്റെ പെർഫോമൻസിനെ മോശമായി ബാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കംപ്രഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ചെയ്തു, അതിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തു. അപ്പോൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ ആ ഉണ്ടാകുന്ന ഫ്ലെയിം ആ ചേമ്പറിൽ കംപ്ലീറ്റ് സ്പ്രെഡാവും. അങ്ങനെ ഒരുമിച്ചാണ് അത് കത്തുക. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ചേമ്പറിൻ്റെ സിലിണ്ടറിൻ്റെ അകത്ത്, കമ്പഷൻ ചേമ്പറിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു എൻഡിലേക്ക് ഈ ഫ്ലെയിം എത്തിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തായി, അവിടെ കത്തേണ്ട ടൈമിൽ ആ ഫ്യൂൽ കത്തി അവിടെ അൺബേൺഡ് ഫ്യൂൽ അവിടെ ബാക്കി വന്നു, കത്താത്ത ഫ്യൂൽ ഇച്ചിരി അവിടെ ബാക്കി വന്നു. ഓക്കെ, അല്പസമയത്തിന് ശേഷം അത് കത്തും. ഓക്കെ, ആക്ച്വലി ഇഗ്നിഷൻ നടന്നു കഴിയുമ്പോൾ ഈ കത്താത്ത ഫ്യൂൽ ആ ചൂടുകൊണ്ട് കത്തും. അപ്പോൾ എന്താ, ഇവിടെ 2 എക്സ്പ്ലോഷൻ നടന്നു. ആക്ച്വൽ ഇഗ്നിഷൻ നടന്നു, ആ ഇഗ്നിഷൻ ടൈമിൽ ഉണ്ടായ ഫ്ലെയിം സിലിണ്ടർ, അതായത് നമ്മുടെ കമ്പഷൻ ചേമ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് അൺബേൺഡ് ഫ്യൂൽ, കത്താത്ത ഫ്യൂൽ ബാക്കി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്ച്വൽ കമ്പഷൻ നടന്നതിൻ്റെ പിന്നാലെ അവിടെ ഒരു കമ്പഷൻ നടക്കും. ഓക്കെ, അപ്പോൾ എന്താ, 2 എക്സ്പ്ലോഷൻ നടന്നു അവിടെ. 2 എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ആ 2 എക്സ്പ്ലോഷൻ്റെ വേവ്സ് തമ്മിൽ കൂട്ടിയിടിച്ച് അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കറിയാം, കാർമേഘം നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, ഇടിവിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 എക്സ്പ്ലോഷൻ നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ, ആ വേവ്സ് നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്, ഒരു ഹ്യൂജ് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പ്രഷർ വേവ് നേരെ വന്ന് നമ്മുടെ സിലിണ്ടർ വാളിൽ തട്ടും. അപ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ട്, ഒരു നോക്കിംഗ് സൗണ്ട് ഉണ്ടാവും. അത് നമുക്ക് വ്യക്തമായിട്ട് പുറമെ നിന്ന് കേൾക്കാനും പറ്റും. ഓക്കെ, നോക്കിംഗ് അല്ലെങ്കിൽ ഡിറ്റോണേഷൻ എന്ന് പറയുന്നത് ഒരു എൻജിൻ്റെ കംപ്ലൈൻ്റ് ആയ അവസ്ഥയാണ്. ആ നോക്കിംഗ് സൗണ്ട് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഡിറ്റോണേഷൻ എന്താണെന്ന് മനസ്സിലായി, ഡിറ്റോണേഷൻ മൂലം ഉണ്ടാകുന്ന നോക്കിംഗ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു, ഒക്ടേൻ നമ്പർ പറഞ്ഞപ്പോൾ ഹയർ ദ നമ്പർ ലെസർ ദ ടെൻഡൻസി ടു നോക്ക്. ഓക്കെ, ഇപ്പോൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഒക്ടേൻ നമ്പർ കൂടുതലുള്ള പെട്രോൾ ഫ്യൂലാണെങ്കിൽ നോക്കിങ്ങിനുള്ള ടെൻഡൻസി അത് കുറവായിരിക്കും, നല്ല രീതിയിൽ ബേണിങ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നടക്കും. ഓക്കെ, അപ്പോൾ പ്രീ ഇഗ്നിഷനും ഡിറ്റോണേഷനും എന്താണെന്ന് വ്യക്തമായി. അടുത്തത് അഡിറ്റീവ്സ്, അതുപോലെ തന്നെ ഡിറ്റർജൻസ്. നമ്മൾ ഫ്യൂവലിൽ ആഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണത്. അഡിറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഫ്യൂവലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നതിനായി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസാണ് ഈ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഡീസൽ ഫ്യൂവൽ എടുത്തു, നമുക്കറിയാം ഒരുപാട് മൂവ്മെൻറ്റ് നടക്കുന്നതാണ് ഡീസൽ ഫ്യൂവലിന്, ഈ ഫ്യൂവൽ സിസ്റ്റത്തിനകത്ത്. അപ്പോൾ അത് പതയാൻ പാടില്ല ഒരു കാരണവശാലും. ഓക്കെ, അപ്പോൾ പതയാനുള്ള പ്രോപ്പർട്ടീനെ കുറയ്ക്കണം നമുക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യും, അതിനെ അഡിറ്റീവ്സ് എന്ന് പറയും. അതുപോലെ ആൻറ്റി ഫ്രീസിങ് ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ കട്ട പിടിക്കാൻ പാടില്ല,
അപ്പോൾ ആൻറ്റി ഫ്രീസിങ് ക്വാളിറ്റി കൂട്ടണം, കട്ട പറ്റിക്കാതിരിക്കാനുള്ള ക്വാളിറ്റി കൂട്ടണം. അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കൽസ് നമ്മൾ അഡിറ്റീവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്യൂവലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുന്നതിനായി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടു ഇംപ്രൂവ് വോളറ്റിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു വേപ്പറൈസ് ആവാനുള്ള ടെൻഡൻസി, ആ ടെൻഡൻസി കൂട്ടാനായിട്ട് നമ്മൾ അഡിറ്റീവ്സ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദേ ആർ ആഡഡ് ടു ഫ്യൂവൽ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് അഡിറ്റീവ്സ്. അടുത്തത് ഡിറ്റർജൻസ്. ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് അറിയാം ഫ്യൂവൽ പമ്പ്, ഇഞ്ചക്ടർ ഇവയ്ക്കകത്തൊന്നും നമ്മൾ ഓയിൽ യൂസ് ചെയ്യാം. അതായത് ലൂബ്രിക്കേഷൻ ആവശ്യമുള്ള സ്ഥലമാണ് ഇതൊക്കെ, പക്ഷെ അതിനകത്ത് നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ലൂബ്രിക്കേഷൻ ചെയ്യും. നമുക്കറിയാം അതിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്ന പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ലൂബ്രിക്കേഷൻ ആവശ്യമാണ് നമുക്ക്. അവിടെ എഞ്ചിൻ ഓയിൽ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അവിടെ ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഡീസൽ ഫ്യൂവലാണ്. ഓക്കെ, അപ്പോൾ ഡീസലിന് ഒരു ലൂബ്രിക്കേഷൻ കപ്പാസിറ്റി കൂടി ആവശ്യമാണ്. ഓക്കെ, ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനകത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ഈ ഡീസൽ ഫ്യൂവലാണ്. അവിടെ ലൂബ്രിക്കൻ്റ് ആക്ട് ചെയ്യുന്നത് ഡീസൽ ഫ്യൂവലാണ്. അപ്പോൾ ഡീസലിന് കുറച്ച് ലൂബ്രിക്കേഷൻ ക്വാളിറ്റി ആവശ്യമുണ്ട്. അതിനു വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ഡിറ്റർജൻസ്. ഓക്കെ, അപ്പോൾ ഡീസൽ ഇറ്റ് സെൽഫ് ഈസ് ആക്ടിങ് ആസ് ലൂബ്രിക്കൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ദ ഇഞ്ചക്ടർ ആൻഡ് റിലേറ്റഡ് പാർട്സ് ബിക്കോസ് നോ അതർ ലൂബ്രിക്കൻ്റ് ഇസ് ഗിവൺ. വേറെ ലൂബ്രിക്കൻ്റ് ഒന്നും അവിടെ ഇല്ല. ദ ഇംപ്രൂവ് ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് ക്ലീനിങ് ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂൽ. ക്ലീനിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡീസൽ മൂവ് ചെയ്യുന്ന വഴികളിൽ എന്തെങ്കിലും ഡേർട്ട് എന്തെങ്കിലും വരാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ ഫ്യൂൽ ഫിൽറ്റർ പോയിട്ട് ഫിൽറ്റർ ചെയ്യണം. ആ ഒരു ക്വാളിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ഡിറ്റർജൻസ് ആഡ് ചെയ്യും. സൾഫർ കണ്ടന്റ് ഇൻ ഫ്യൂവൽ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അത് എന്ന് പറയുന്നത് ഒരു ഫ്യൂവലിൽ പല എലമെൻറ്റ്സ് ഉണ്ട്, അതിലൊന്നാണ് സൾഫർ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതായത് ഇത് ഡിറ്റർജൻസിൻ്റെ ഭാഗത്ത് വരുന്നതല്ല. നമ്മൾ ഡീസൽ, പെട്രോൾ ഇങ്ങനെ തരംതിരിച്ചെടുക്കുന്ന സമയം, അതായത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ആ ടൈമിൽ നമ്മൾ ഈ ഫ്യൂവലിലുള്ള സൾഫറിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൊണ്ടുവരും. കാരണം എന്താണെങ്കിൽ സൾഫർ ഉണ്ടെങ്കിൽ ഈ ഫ്യൂവലിൽ സൾഫർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഈ എഞ്ചിനകത്തുള്ള പാർട്സ് കൊറോഡാവാൻ, തേഞ്ഞു പോകാനല്ല ദ്രവിച്ചു പോകാൻ ഈ സൾഫർ കാരണമാവും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാർട്സിൻ്റെ കൊറോഷന് കാരണമാവുന്ന ഒരു എലമെൻറ്റാണ് ഈ സൾഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം സൾഫറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ കണ്ടൻറ്റിൻ്റെ സൾഫറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക. അതേസമയം സൾഫർ തീരെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. സൾഫർ ചെറിയ രീതിയിൽ ലൂബ്രിക്കേഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് നമ്മൾ സൾഫർ റിമൂവ് ചെയ്യില്ല. അല്പം സൾഫർ ഓൾറെഡി ആ ഫ്യൂവലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു പരിധിവരെ സൾഫർ ഒരു പരിധിവരെ ലൂബ്രിക്കൻ്റായിട്ട് ഫ്യൂവലിനെ ആക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫ്യൂവലിനെ പറ്റി പറയാനുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.